ഇനി എനിക്ക് തോന്നുന്നില്ല എൻ്റെ ശബ്ദം സിനിമയിൽ കൂടി കേൾക്കാൻ സാധിക്കും. ഭാഗ്യലക്ഷ്മി 2800 ചിത്രങ്ങൾ, 3000-ലധികം കഥാപാത്രങ്ങൾ. ഒരു സിനിമയിൽ 4 ഹീറോയിൻ, 4 പേർക്കും ഞാൻ ഡബ് ചെയ്തിരിക്കുന്നു. 4-ാം വയസ്സിൽ അനാഥ മന്ദിരത്തിലെത്തുന്ന ഭാഗ്യലക്ഷ്മി തന്റെ 11-ാം വയസ്സിൽ പ്രേം നസീറിനൊപ്പം ഡബ് ചെയ്ത് ഡബ്ബിംഗ് ലോകത്തെത്തി. ഈ രേവതിക്ക് കിൽക്കത്തിൽ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് രേവതിയാണ് ചെയ്തു, കൊച്ചു ബാക്കിയുണ്ട്. വേണോ? സെക്കൻഡ് ഹാഫാണ് ചേച്ചി ചെയ്യുന്നത്. അച്ഛനെ കുറിച്ച് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ, ഞാൻ വട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. കളിപ്പാട്ടത്തിൽ കൊഞ്ചിയതുപോലെ വേറെ ഒന്നിലും കൊഞ്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഉർവശി, ശോഭന, സുഹാസിനി, പാർവതി, കാർത്തിക, രോഹിണി, രേഖ, രമ്യാകൃഷ്ണൻ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ആ സിനിമ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട്. അമല, കനക, മോഹിനി, ഗൗതമി, വാണി വിശ്വനാഥ്, സൗന്ദര്യ, തബു, ജ്യോതിക, മധുബാല. ഇതൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞ മനസ്സിന്റെ ഒരു ഡിപ്രഷൻ തീർക്കാൻ. ശാന്തി കൃഷ്ണ, രഞ്ജിനി, ലിസി, രേവതി, സുമലത, നദിയ മൊയ്തു, സംഗീത തുടങ്ങി 258 നായികമാർക്ക് ഭാഗ്യലക്ഷ്മി ശബ്ദം നൽകിയിട്ടുണ്ട്. അറിഞ്ഞു വന്നതല്ല, പക്ഷെ അത് കറക്റ്റ് സ്പോട്ടിൽ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. എനിക്ക് സന്തോഷിക്കാൻ 2 മണിക്കൂർ എടുത്താണ് ഞാൻ ഡബ് ചെയ്യും. ശശിയേട്ടൻ പറയും പോരാ 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 പോരാ. ആദ്യത്തെ അടി കിട്ടുന്നതും കൊടുക്കുന്നതും അവിടെ നിന്ന്. அந்த ஆளு காலையில இந்த மாதிரி சொன்னான், அது நான் ஒத்துக்கல. அதுக்காக அந்த ஆള് വേണുനെ എന്നെ പഴി തീർത്തിട്ട് ഇരുക്കാന്ന് പറഞ്ഞപ്പോഴാണ് ഏയ് എന്നടി എന്ന് പറഞ്ഞിങ്ങനെ വന്നപ്പോഴാണ് ഞാൻ വെട്ടി പോട്ടിന്ന് വിളിക്കുന്നോന്ന് പറഞ്ഞു. ഒരടി കൊടുത്തു. അപ്പോഴേക്കും പിന്നെ കമലഹാസന്റെ കൂടെ അഭിനയിച്ച ഭാഗ്യലക്ഷ്മി ഒറ്റ പൈസ ഇല്ലായിരുന്നു. ഈ ദാമ്പത്യത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഈ കുട്ടികൾ മാത്രമേ ഉള്ളൂ. പ്രണയവും വിരഹവും വിവാഹബന്ധം വേർപിരിയലും കലഹവും സമരവും സാമൂഹ്യ പ്രവർത്തനവും 51 വർഷത്തെ ഡബ്ബിംഗ് ജീവിതവും ഇടകലർന്ന തൻ്റെ ജീവിതം പറയുകയാണ് ഭാഗ്യലക്ഷ്മി 3 ഭാഗങ്ങളായുള്ള ഈ ദീർഘ സംഭാഷണത്തിൽ. ഇനി അതിലേക്ക് ഇല്ല. അതങ്ങനെ ഒരു മനോഹരമായ ഒരു വേദനയായും മനോഹരമായ ഒരു ഓർമ്മയായും ഉള്ളിലിരിക്കട്ടെ. അതിനേക്കാളും വലിയൊരു ബുദ്ധിമാൻ ഇനിയും വരട്ടെ. ഞാൻ മനസ്സമാനായിട്ട് ജീവിക്കണം. എങ്കിലും ചേച്ചി അറിയണ്ടേ പ്രണയത്തിന്റെ വർണ്ണങ്ങൾ. ഇനിയും വേറെ വർണ്ണം ഉണ്ടാവും ചേച്ചി. ഈ വർണ്ണിച്ചത് അതിലെല്ലാ വർണ്ണവും ഞാൻ കണ്ടു. മഞ്ഞ, നീല, വയലറ്റും ഇൻഡിഗോ ഇത് സമ്മതിക്കില്ല.